everyone, അപ്പോൾ ഇനി വന്നിട്ടുള്ള ഒരു ആഫ്റ്റർ സ്കൂൾ റൂട്ടീനായിട്ടാണ്. കുറേ ആയപ്പോൾ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇനി വന്നിട്ടുള്ള ആഫ്റ്റർ സ്കൂൾ റൂട്ടീനായിട്ടാണ്. ഇതിന് മുമ്പത്തെ വീഡിയോ ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ ഞാൻ വിട്ടിനി. അപ്പം അത് വിട്ടിട്ട് ഏകദേശം 6 മാസമായി. പക്ഷെ അതാണ് നമ്മുടെ ചെല്ലയ്ക്ക് ഫുള്ള് ഓടിയത്. അപ്പോൾ ഇതിനും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുകയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. അപ്പോൾ അതാ 4 മണി ആയപ്പോഴത്തേന് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിന് എക്സാം ആയതുകൊണ്ട് നമുക്ക് നേരത്തെ സ്കൂൾ വിടും. അതുകൊണ്ട് 4 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തും. അപ്പോൾ അതാ ബാഗും ഇതൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞിട്ട് ആദ്യം ഒന്ന് ഇരിക്കുകയാണ്. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ഞാൻ പിന്നെ യൂണിഫോമൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഞാൻ കുളിച്ചില്ല കേട്ടോ, എനിക്ക് വൈകുന്നേരം കുളിക്കാൻ മടിയാണ് സത്യം പറയണല്ലോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും, പിന്നെ ഫേസും അതേപോലെ കാലൊക്കെ ഒന്ന് നല്ല കഴുകും, കൈയും കാലൊക്കെ. അപ്പോൾ ഞാൻ അതാ ഫേസ് വാഷ് ചെയ്യാണ്. ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഫേസ് വാഷ് ചെയ്യണ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കത് തോന്നണമല്ലോ, ഞാൻ എന്തോരം റൂഡായിട്ടാണ് എൻ്റെ ഫേസിനോട് ഞാൻ പെരുമാറുന്നതെന്നാണ്. അങ്ങ് ചകരിയൊക്കെ വെച്ച് ഒരതുന്ന പോലെ കിടന്ന് ഒരതാണ് ചിരി വരിക. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാട്ടിക്കൂട്ടിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓരോ തമാശയായിട്ട് കുറച്ചേരം ചിരിക്കാനുള്ള മുതലുണ്ട്. അപ്പം അങ്ങനെ ആ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഐലൈനറും ലിപ്സ്റ്റിക്കാണ് ഞാൻ കാര്യമായിട്ട് ഇട്ടത്. ഞാൻ പൊതുവെ ഇത്ര കട്ടിക്ക് ഇടില്ല, ചിലപ്പോഴും ചിലപ്പോഴില്ല ലിപ്സ്റ്റിക്ക് കിട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് പോക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വുളുവൊക്കെ ഉണ്ടാക്കി. ഇനി എനിക്ക് അസർ നിസ്കരിക്കാണ്ട് പിന്നെ ളുഹുർ നിസ്കരിക്കാണ്ട്. ഞാൻ സ്കൂളിൽ നിസ്കരിക്കലില്ല, കാരണം എൻ്റെ യൂണിഫോമിൻ്റെ കൈ അങ്ങ് വുളു എടുക്കാൻ വേണ്ടി കയറി കിട്ടൂല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് രണ്ടും നിസ്കരിച്ചു. ഇനി നമുക്ക് ടി വി ഇടണം. അപ്പോൾ ടി വിയിൽ പോയിട്ട് എന്തെങ്കിലും യൂട്യൂബ് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാമെന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണായി സെറ്റാകുമ്പോഴത്തേന് ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടെന്ന് പിന്നെ ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഫുഡ് വളമാണ്. എന്താ ചോദിച്ചാൽ സാധാ ചോറും ചിക്കൻ കറിയുമാണ് ഇന്ന് ചോറിന്. ഇനി ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഏതായാലും ഞാൻ ടി വി കാണട്ടെ. ഏതൊരു ഫിലിമാണ് ഞാൻ ഇട്ടുണ്ടായിന്. ഫുഡ് ആയിട്ടിൻ്റെ അമ്മ അങ്ങനെ ഉള്ളിലിരുന്ന് ഡൈനിങ് ഹാളിലിരുന്ന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ കൊലായിലാണോ ചോദിച്ചാൽ ആണ്, ഡൈനിങ് ഹാളിലാണോ ചോദിച്ചാൽ ആണ് എന്നുള്ള രീതിയിലിരുന്ന് ഒരു മൂലൊക്കെ പോയി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇവിടെ ഇതൊക്കെ തൊള്ളൊക്കെ നോക്കി നടന്നതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. സമൂസയായിരുന്നു. ഞാൻ ചായ കുടിക്കൂല, ഞാൻ ചായക്കടി മാത്രം തിന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രിയായിട്ടുണ്ട്. ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, മരിബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 6:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ ആണല്ലോ ബാങ്ക്, അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഇരുടാവും. അപ്പം പൊതുവേ 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഇരുടുണ്ടാവല്. ഹേ ഗായ്സ്, അപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ വരാനായി. അടുത്ത മാസം എത്രാം തീയതിയാണ്? 9-ാം തീയതിയാണ് ക്രിസ്മസ് എക്സാം. ഒന്നും പഠിച്ചില്ല. കഴിഞ്ഞ എക്സാമിൻ്റെ കട്ടപ്പൊക്കെ കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്തിരിയെങ്കിലും പഠിക്കുന്നുണ്ട്, ബിക്കോസ് പാഠങ്ങളെ എണ്ണം കൂടി. കഴിഞ്ഞ പ്രാവശ്യം അതില്ലേനി. ബയോളജിയിലൊക്കെ ആകെ 2 പാഠം 3 പാഠമൊക്കെ ഉള്ളതിന്. പക്ഷെ ഇപ്രാവശ്യം 4 പാഠിട്ടുണ്ട്. അപ്പം അതൊക്കെ പഠിക്കുന്ന എല്ലാ വിഷയവും. മാത്സൊക്കെ 11 പാഠം അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ കിളി പോയി എടുക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ എക്സാമിൻ്റെ അവസ്ഥ എൻ്റെ കഴിഞ്ഞ എക്സാം ഡേ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ എക്സാം പേപ്പറിൻ്റെ റിസൾട്ട് കണ്ടവർക്ക് മനസ്സിലാവും. എനിക്ക് എത്ര 3 ബിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടേനി. 3 ബിയും ബാക്കിയൊക്കെ A+ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മിനിമം ഒരു എക്കെങ്കിലും എത്തണം. അപ്പം ഏതായാലും ഒന്നും പഠിച്ചു തുടങ്ങിയില്ല. എന്നെ കണ്ടാൽ മനസ്സിലായി, ഞാൻ സത്യം പറയാൻ. അപ്പോൾ ഞാൻ ഒന്നും പഠിച്ചില്ല, ഒന്നും അറിയൂല. പക്ഷെ ഞാൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ചേഞ്ചായി വരികയാണ്. ഞാൻ കുറേ ഡിസിഷൻസ് എടുത്ത് എൻ്റെ ഹാബിറ്റൊക്കെ ഒന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം തുറക്കുക, റീൽസ് കാണുക, എൻ്റെ സമയം അങ്ങനെ പോകും. റീൽസിന് തുറന്ന 1-2 മണിക്കൂർ ഞാൻ പോകുന്നത് ഞാൻ അറിയൂല. ആദ്യം ആ കാര്യം നിർത്തണം. അതെല്ലേലും നിർത്തണം. അത് പരീക്ഷ ആയതുകൊണ്ടതല്ല, അല്ലേലും ആ കാര്യം നിർത്തണം. ഈ ഇൻസ്റ്റഗ്രാമിൽ തുറന്ന് റീൽസാണ് നിൽക്കുക, പിന്നെ സമയം പോണറിയില്ല. പക്ഷെ യൂട്യൂബിൽ അത്ര കളിക്കില്ല. ചുമയാണ് കേട്ടോ പറയാം. അപ്പോൾ യൂട്യൂബ് പറയുമ്പോൾ നമ്മളിങ്ങനെ വ്ളോഗ് കാണുകയാണെങ്കിൽ അത്ര ഒന്നും കാണില്ല, പക്ഷെ നമുക്ക് ചടിക്കും. പക്ഷേ ഈ റീൽസ് കാണുമ്പോൾ ഇങ്ങനെ നേരെ പോണറിയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. അപ്പം എനിക്ക് ചെറിയ ചേഞ്ചുകൾ ഞാൻ ഡെയിലി ലൈഫിൽ ഇങ്ങനെ വരുത്തുന്നുണ്ട്. ഒറ്റടിക്കൊന്നുമല്ല, തിരിച്ചിങ്ങനെ വരുത്താണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഏതായാലും അടുത്ത വർഷം ആവാനായിരുന്നു. കഴിഞ്ഞ വർഷത്തിന് മുമ്പൊക്കെയുള്ള എൻ്റെ പ്ലാനർ പറഞ്ഞാൽ അതിൽ ആകെ 1 മാസത്തെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ
കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം. കഴിഞ്ഞ വർഷം എൻ്റെത് ഒരു 2-3 മാസമൊക്കെ ഞാൻ ചെയ്തിന്. പക്ഷെ ഈ വർഷം ഞാൻ ഒരു 4-5 മാസത്തൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പ്ലാനറൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലതിലുണ്ട് എന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഇത്രയും കാലം ഞാൻ ബുള്ളറ്റ് ജേർണൽ പ്ലാനർ ഒന്നും ചെയ്യാത്ത ആള് അപ്പോൾ കുറച്ച് അതൊക്കെ ചെയ്തിങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് അപ്പം എങ്ങനെയാലും നന്നാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ നന്നാവുക വെച്ചാൽ കുറേ കാര്യം ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ ഇനി പഠിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്തുള്ള 10ാം ക്ലാസ്സാണ്. പക്ഷേ ഈ 9ാം ക്ലാസ്സിലാണ് സത്യം പറഞ്ഞാൽ കുറച്ചിലൊന്നും കളിക്കാനുള്ള നേരം കിട്ടുക. മാക്സിമം ചെറിയ കാര്യങ്ങളിൽ മാക്സിമം ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്താം. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ മതി, ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, ഞാൻ പൊട്ടിച്ചിരിക്കും, ഉള്ളതിൽ അങ്ങ് സന്തോഷിക്കും. അങ്ങനെ തന്നെയാണ് നമ്മൾ വേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ഏതായാലും പരീക്ഷക്കാവാനായില്ലേ, ഒത്തിരിയെങ്കിലും പഠിച്ചു തുടങ്ങണം. അടുത്ത കൊല്ലം കാര്യമായിട്ട് ഇരുന്നാൽ മതി. അത് വിചാരിച്ച് എപ്പോഴും ബുക്കുമലൊന്നാവരുത്. നമുക്ക് ബുക്കുമലായി നമ്മളെ ജീവിതം നമ്മൾ ബുക്കുമല ഒതുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളങ്ങ് ആകെ ഒരു ജീവിതത്തിൽ അടിച്ചു പൊളിക്കുക. വിചാരിച്ച് കുറച്ചൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ പറച്ചിൽ കേട്ട നിങ്ങളെയായിരിക്കും ഞാൻ നല്ല പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് തോന്നലാണ് വെറും. ഞാൻ ഈ പറച്ചിലേ ഉള്ളൂ, വേറൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ഏതായാലും ഇത്രയും കാലം ഒന്നും പഠിച്ചില്ല. ഞാൻ നന്നാവുകയാണ്. എനിക്കൊന്നും പറയാനില്ല, ഒന്നുമില്ല. നന്നാവണം ഒരുനാൾ ഞാൻ നന്നാവും. അപ്പോൾ പഠിക്കാത്തൊരു ചെറിയ പ്രശ്നമുണ്ട്, ഭയങ്കര മടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നവരും എൻ്റെ അതേപോലത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നന്നായിക്കോളും, ഞാനും നന്നാവാൻ പോയിട്ടോ. ചിലപ്പോൾ നാളെ തന്നെ പിന്നെയും പഴയ പോലെ തന്നെ ആവും. അത് വേറെ കാര്യം. നാളെ തന്നെ ആവണ്ട, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പഴയ പോലെ തന്നെ ആവും. അപ്പം ഏകദേശം ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ആയി. ഞാനിപ്പോൾ നോട്ട്ബുക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ക്രിസ്മസ് എക്സാം വരാനായി. ഞാൻ ആകെ 21 ഇല്ല, 20-19 ദിവസമൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഏതായാലും പഠിച്ചു തുടങ്ങാം ഗൈസ്. ഈ പ്രാവശ്യത്തെ പോലെ ആവരുത്, ഇപ്രാവശ്യം കുറച്ചെങ്കിലും പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ ഞാൻ നന്നായിട്ട് ഒന്നൊക്കെ ഉണ്ടാക്കി നിസ്കരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒന്ന് യാസീൻ ഓതാണ്, ഖുർആൻ ഓതാണ്. അപ്പോൾ എനിക്ക് സംഭവം എന്താ വെച്ചാൽ ഒന്നാമത് മടിയാണ്. എനിക്കറിഞ്ഞാൽ എല്ലാവർക്കും പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു പേടിയുള്ള സംഭവം ഉണ്ടാവും. എല്ലാവർക്കും മീൻസ് 99% ആൾക്കാർക്കും പരീക്ഷ പേടിയുണ്ടാവും. 99 98. ബാക്കി 1% ആൾക്കാർക്ക് പഠിച്ചു എന്നുള്ളതുകൊണ്ട് പരീക്ഷനെ പേടിയുണ്ടാവില്ല. ബാക്കി 1% ആൾക്കാർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് പറഞ്ഞ സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ വെറുതെ കാര്യമില്ലാതെ കോൺഫിഡൻസ് ഉണ്ടാവുക. അതെന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പം പരീക്ഷയിലൊന്ന് തോറ്റാൽ ഞാൻ മരിക്കൂലല്ലോ, ആരുടെ തല വെട്ടൂലല്ലോ എന്നുള്ളൊരു ഒരു ഭാവമാണ് എനിക്കുള്ളത്. സത്യമാണ് പറയണല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു പേടി പറഞ്ഞ സാധനമില്ല പരീക്ഷനെ കുറിച്ച്. അതാണ് ഇനി ഒന്നാമത് ഇങ്ങനെ ആക്കണം. നമുക്ക് പേടി സംഭവം ശരിയാണ്, പേടി ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയൂല എന്നൊക്കെ പറയണേക്കാം. അങ്ങനെയാണ്. പക്ഷേ നമുക്കെന്താ വെച്ചാൽ കുറച്ചെങ്കിലും പേടി ഉണ്ടായാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. പേടി മീൻസ് നമ്മൾ പാരൻസിനെയും ടീച്ചേഴ്സിനെയും അല്ല പേടി വേണ്ടി. പരീക്ഷ ഞാൻ പഠിച്ചതിന് വല്ല അർത്ഥവും വേണമല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടിയുണ്ട്. ആ സംഭവം എനിക്കില്ല, സത്യം പറയണല്ലോ. അപ്പം ഞാൻ കുറച്ചെങ്കിലും ആ പേടി വരണം എനിക്കുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഇത്തിരിശ പഠിച്ചു തുടങ്ങുകയാണ്. ഇതുവരെയുള്ള ഒന്നും എനിക്കറിയൂല. ഞാൻ എനിക്കായിട്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ മാക്സിമം ഈ ഒരു സമയങ്ങളിൽ എനിക്കതെന്ന് വെച്ചാൽ മൊത്തം ബുക്കുമേൽ ഇരുന്നിട്ടല്ല, എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാനിങ്ങനെ പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പം ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ മേലെ സ്റ്റഡി റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നിസ്കരിച്ചു ഓതി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മേലെ പഠിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പ്ലാനർ കംപ്ലീറ്റ് ആക്കിയിട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഞാൻ പഠിക്കണം. എനിക്ക് നാളെ ബയോളജി എക്സാമാണ്. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, ബുക്ക് എടുത്തപ്പോഴാണ് നാളെ ബയോളജി 3ാം ചാപ്റ്റർ എക്സാം ആണല്ലോ എന്ന്. അപ്പം ഞാൻ ഏതായാലും അത് പഠിക്കാൻ വേണ്ടി തുറന്ന് വെച്ചിട്ടും കാര്യമായിട്ടുള്ള ഹോംവർക്കൊന്നുമില്ല. അപ്പം എനിക്കിതിനെ കുറിച്ച് ഞാൻ പറയില്ല, എനിക്ക് ഇതുവരെയുള്ള ഒന്നും അറിയൂല. അപ്പം ഞാനിങ്ങനെ സൈലത്തിൽ പോയിട്ട് ഇങ്ങനെ എക്സാമിനറിൽ ക്ലാസ് എന്നിട്ട് കുറച്ചൊക്കെ പഠിച്ച് ബാക്കി പഠിച്ചില്ല. ഒന്നാമത് മടിയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു തരം മടിയാണ്, എങ്ങനെ പോകേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്, കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ്. നമുക്ക് ലാക്ടോ കാലമൈൻ ലോഷൻ എൻ്റെ മെയിൻ സംഭവമാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് ഞാൻ വേറെ എക്സ്ട്രാ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നത്. സത്യത്തിൽ മോയ്സ്ചറൈസർ അല്ല,
ഒരു ഫേസ് ലോഷനാണ് ഈ പിമ്പിൾസ് ഒന്നും വരാതെക്കാളെ ഓയിലി സ്കിന്നിനുള്ള കേട്ടോ. ഇത് തേച്ച് കൊടുക്കണം. എന്താ അറിയില്ല, ഈ ലാക്ടോകാലമൈൻ ഈ ഒരു ബ്രാൻഡിന് ഈ കുപ്പി ഏതെങ്കിലും ഒരു കാലത്ത് മാറ്റാൻ കഴിയുമെന്നറിയില്ല. ഞാൻ എന്ന് മുതലേ അത് വാങ്ങൽ തുടങ്ങി അന്ന് മുതലേ ഇതിൻ്റെ കുപ്പി ഇങ്ങനെയാണ്. ഇതൊരു ട്യൂബിലോട്ട് അടക്കുകയാണെങ്കിൽ സുഖമായി. ഇത് മറ്റേ കുപ്പിയിൽ കണ്ട് ഒഴിക്കുമ്പോൾ ഒന്നാകണ്ട് പോരുക ചെയ്യണത്. ഏതായാലും നമുക്കിത് തേച്ച് കൊടുക്കാം. നിങ്ങൾ ആ ഏരിയക്ക് ശ്രദ്ധിക്കേണ്ട. അവിടെ ഞാൻ തിരുമ്പിയത് മടക്കി വെച്ചതാണ്. അപ്പം നമുക്ക് ലിപ് ബാം ഇടാം. ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. ദിവസം അതൊക്കെ തൊലിഞ്ഞ് എന്തൊക്കെ ആയാണ്. ഓക്കെ, ഏതായാലും ഞാൻ പറഞ്ഞൊരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ്. എൻ്റെ പിഗ്മെൻറ്റേഷൻ പിടിച്ച് ചുണ്ടിനിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടാടാ. അപ്പം ഞാൻ ഏതായാലും പോയി കിടന്നുറങ്ങട്ടെ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ സ്കൂൾ റിലേറ്റഡ് വ്ളോഗ്സും അല്ലാത്ത കുറച്ച് ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇഷ്ടംവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ടവർക്ക് താങ്ക്സ് ഗായ്സ്. അപ്പോൾ എനിക്കിനി നാളെ ബയോളജി എക്സാമാണ്. ഞാൻ വിചാരിച്ചു ഒരു ചാപ്റ്റർ കേട്ടോ, ലാസ്റ്റത്തെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഞാൻ വിചാരിച്ച ആ ചാപ്റ്റർ മൊത്തം പഠിച്ച് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഫുള്ള് ഫോൺമേലൊക്കെ കളിച്ച് TV ഒക്കെ കണ്ടപ്പോൾ ഒന്നാമത് നേരം വൈകി. അപ്പോൾ ആ പാഠത്തിനെ പകുതി പഠിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി പിന്നല്ല നാളെ എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എന്നെപ്പോലെ ആവരുത്, ഞാനും നിങ്ങളോടൊപ്പം പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ബൈ.